ഇന്ന് ഞാൻ സമൂഹത്തിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചിരിക്കുന്ന ലഹരിയെപ്പറ്റിയാണ് പ്രസ്താവിക്കുന്നത്. മലയാള ഭാഷയിൽ ലഹരി എന്ന വാക്കിന് പ്രധാനമായും രണ്ടർത്ഥങ്ങളാണുള്ളത്. മയക്കമോ ഉത്തേജനമോ നൽകി ബോധമണ്ഡലത്തെ ബാധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അലമാലകൾ ഉയരുന്ന വലിയ അനുഭവങ്ങൾ. മദ്യം, പുകയില, മറ്റ് മയക്കുമരുന്നുകൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ, ശ്രദ്ധ, ചിന്താശക്തി, പേശികളുടെ ഏകോപനം എന്നിവയെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. കാറ്റും മഴയും കാരണം കടലിൽ ഉയരുന്ന വലിയ തിരമാലകളെയും ലഹരി എന്ന് വിളിക്കാറുണ്ട്. കൂടാതെ ഏതെങ്കിലും കാര്യത്തിൽ അമിതമായി ആസക്തരാകുന്നതിനെ അല്ലെങ്കിൽ ആനന്ദത്തിൽ മുഴുകുന്നതിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നു. ഒരു നിമിഷത്തെ ലഹരി ഉപയോഗം മനുഷ്യ ശരീരത്തിൽ ഗുരുതരമായ മാനസിക സങ്കീർണതകളാണ് ഉണ്ടാക്കുന്നത്. ഇവ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ മാറ്റിമറിക്കുകയും നാഡീവ്യൂഹം, ഹൃദയം, കരൾ തുടങ്ങിയ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുകയും അതുമൂലം ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്നത് കൗമാരപ്രായക്കാരിലും യുവതലമുറകളിലും ലഹരി ഉപയോഗം വലിയ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും സാമൂഹിക പ്രത്യാഘാതങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സമപ്രായക്കാരുടെ സ്വാധീനം, കൗതുകം, മാനസിക സമ്മർദ്ദം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ കുട്ടികളിൽ ലഹരി ഉപയോഗത്തിന് പ്രധാന കാരണങ്ങളാണ്. ലഹരി ഉപയോഗിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാമത്തേത് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള കൗതുകം, പഠനഭാരങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവയും രണ്ടാമത്തേത് കൂട്ടുകാരുടെ നിർബന്ധം അല്ലെങ്കിൽ അവരിൽ നിന്നും വ്യത്യസ്തനാകാനുള്ള ഭയവുമാണ്. യൗവനക്കാരിൽ ലഹരി ഉപയോഗം ജോലിയില്ലായ്മ, പ്രേമനൈരാശ്യം, ജോലി നഷ്ടപ്പെടൽ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന ഒറ്റപ്പെടൽ എന്നീ കാരണങ്ങളാൽ ശക്തിപ്പെടാം. ഒരു വ്യക്തി ലഹരിക്ക് അടിമയാണോ എന്ന് താഴെ പറയുന്ന ലക്ഷണങ്ങളാൽ തിരിച്ചറിയാം. 1. സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ: ദേഷ്യം, ആക്രമണ സ്വഭാവം. 2. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോക്കം പോവുക, ഏകാഗ്രത കുറയുക. 3. ഒറ്റപ്പെടാൻ ഇഷ്ടപ്പെടുക, രഹസ്യ സ്വഭാവം കാണിക്കുക, ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം കുറയുക. പ്രതിരോധ പരിഹാര മാർഗങ്ങൾ: എ. തുറന്ന ആശയവിനിമയം. കുട്ടികളുമായി ദിവസവും സംസാരിക്കുക, അവരുടെ സ്വഭാവ വ്യത്യാസങ്ങൾ നിരീക്ഷിക്കുക, അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. ബി. കൂട്ടുകാരെ നിരീക്ഷിക്കുക. കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയെന്ന് മനസ്സിലാക്കുകയും കഴിയുമെങ്കിൽ അവരെയും നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അവരുമായും ആശയവിനിമയം നടത്തുക. സി. സഹായം തേടുക. കുട്ടികളിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ അവരെ ഒറ്റപ്പെടുത്താതെ കൗൺസിലർമാരുടെയോ ഡോക്ടർമാരുടെയോ വിദഗ്ധ സഹായം തേടുക. മുതിർന്നവർ ലഹരി അടിമകളാണെന്ന് പ്രഥമദൃഷ്ട്യാ അറിഞ്ഞാൽ അവരെ ആദ്യം കൗൺസിലിങ്ങിന് വിധേയനാക്കുകയും ഫലപ്രദമായില്ലെങ്കിൽ വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ സേവനം നൽകേണ്ടതുമാണ്. ലഹരി വിൽപ്പനക്കാരുടെ താവളം കണ്ടുപിടിച്ച് അവരുടെ വിവരങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ് അധികാരികളെ അറിയിച്ചാൽ ഒരു പരിധിവരെ ലഹരി കച്ചവടം നിയന്ത്രിക്കാനും നമ്മുടെ യുവതലമുറയെ
ലഹരിയിൽ നിന്ന് രക്ഷിക്കാനും അങ്ങനെ ഒരു വൻ വിപത്ത് ഒഴിവാക്കാനും സാധിക്കും. നിലവിൽ ലഹരിക്കച്ചവടം തടയുന്നതിനും അവയുടെ ഉപയോഗം മുതിർന്നവരിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ പൂർണ്ണമായി നിരോധിക്കാനും നിയമവ്യവസ്ഥകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാലിക്കുന്നുണ്ടെങ്കിലും ആ വ്യവസ്ഥകളിൽ ചില പോരായ്മകൾ ഉള്ളതിനാൽ അത്തരം പോരായ്മകൾ കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ സഹായമായതിനാൽ അവയെ കർശനമാക്കി നടപ്പിലാക്കേണ്ടത് ലഹരിക്കച്ചവടക്കാരെ ഉന്മൂലനം ചെയ്യാനും യുവതലമുറയെ മാരകമായ ഈ വിപത്തിൽ നിന്നും എന്നേക്കും രക്ഷിക്കാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് ആശിക്കാം. ലഹരിയെ വിട.